ഈ വർഷം അവസാന ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പലവിധ ചിത്രങ്ങൾ ഇക്കുറി പ്രദർശനത്തിൽ എത്തിയിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത് അനുസരിച്ച് ഏകദേശം 180-ലധികം ചിത്രങ്ങളാണ് ഈ വർഷം ഇതുവരെ തിയേറ്ററിലെത്തിയത്. എങ്കിലും അവയുടെ ഭൂരിഭാഗം പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിച്ചറിഞ്ഞ് ആയിരുന്നു. മലയാള സിനിമ നിരവധി ഹിറ്റുകൾ പിറന്നുവെങ്കിലും എല്ലാ ചിത്രങ്ങൾക്കും പ്രേക്ഷക പ്രീതി നേടാനായില്ല എന്നതാണ് വാസ്തവം. വമ്പൻ താരനിരയും അന്യായ ഹൈപ്പും റിലീസിന് മുമ്പ് വലിയ പ്രചാരണങ്ങളും ഉണ്ടായിരുന്നിട്ടും ചില പ്രധാന സിനിമകൾക്ക് ബോക്സ് ഓഫീസിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വർഷം ബോക്സ് ഓഫീസിൽ തിരിച്ചടി നേരിട്ട 5 പ്രധാന മലയാള ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഫഹദ് ഫാസിലിനെ നായകനാക്കി അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഓടും കുതിര ചാടും കുതിര ഈ വർഷത്തെ പ്രധാന പരാജയങ്ങളിൽ ഒന്നാണ്. കല്യാണി പ്രിയദർശൻ നായികയായ ഈ ചിത്രം റിലീസിന് മുമ്പ് വലിയ ഹൈപ്പ് നേടിയിരുന്നു. പ്രത്യേകിച്ച് അൽത്താഫിന്റെ ഞണ്ടുകുട്ടനാട്ടിൽ വലിയ സ്വീകാര്യത നേടിയ ചിത്രം ആയതിനാൽ തന്നെ. എന്നാൽ ശക്തമായ താരനിരയുണ്ടായിട്ടും ബോക്സ് ഓഫീസിൽ സ്വാധീനമുണ്ടാക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല. അർജുൻ അശോകൻ പ്രധാന വേഷത്തിലേക്ക് എന്ന് സ്വന്തം പുണ്യാളൻ ഈ വർഷം ആദ്യം തിയേറ്ററിലെത്തിയതാണ്. ആകർഷകമായ പ്രമേയവും വാഗ്ദാനം ചെയ്യുന്ന പ്രൊമോകളും കാരണം വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ദുർബലമായ വൈകാരിക തലവും മന്ദഗതിയിലുള്ള ആഖ്യാനവും സംരക്ഷണ പ്രതികരണമാണ് കാരണമായി. ഇത് വാണിജ്യപരമായി വലിയ പരാജയമായി മാറുകയും ചെയ്തു. ആന്റണീസ് വർഗീസിന്റെ ഡേവിഡ് ശക്തമായ ഹൈപ്പ് വേറിട്ട പ്രമേയം കൂടിയാണ് തിയേറ്ററിലെത്തിയത്. എന്നാൽ ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. കെട്ടുറപ്പില്ലാത്ത തിരക്കഥയും പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള നിമിഷങ്ങളുടെ അഭാവവും തിരിച്ചടിയായി. സാങ്കേതികമായി മികച്ചുനിന്നിട്ടും ബോക്സ് ഓഫീസിൽ നിരാശാജനകമായ പ്രകടനമാണ് സിനിമ കാഴ്ചവെച്ചത്. മമ്മൂട്ടി ചിത്രമായ ബസൂക്കയുടെ കാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. വമ്പൻ ഹൈപ്പിലെടുത്ത ചിത്രം ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിക്കാതെ വീഴുകയായിരുന്നു. എന്ന് മാത്രമല്ല ചിത്രത്തിന്റെ തിയേറ്ററുകൾ കഴിഞ്ഞെങ്കിലും OTT ഇതുവരെ റിലീസിംഗ് ആയിട്ടില്ല. ഒരു ഗംഭീര ത്രില്ലർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഐഡന്റിറ്റി സ്ഥിരതയില്ലാത്ത ആഖ്യാനവും ഉദ്യോഗമവും കാരണവും പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കത് ഉയർന്നില്ല. ശക്തമായ താരനിരയും സ്റ്റൈലിഷ് മേക്കിംഗും ഉണ്ടായിട്ടും പ്രേക്ഷകരുടെ താൽപര്യം നിലനിർത്താൻ ചിത്രത്തിന് കഴിഞ്ഞില്ല. ഇതോടെ പ്രധാന ബോക്സ് ഓഫീസ് പരാജയം ഒന്നായി മാറിയത്.